ജീവിതത്തിലെ ഓരോ നിമിഷവും ഓരോ ഓർമ്മകളാണ്. അതിലേറ്റവും മനോഹരവും ഒപ്പം ഒരുപാട് വികാരങ്ങൾ നിറഞ്ഞതുമാണ് വിവാഹം എന്ന മനോഹരമായ തുടക്കം. പലർക്കും അതൊരു വലിയ ആഘോഷമായിരിക്കും, ചിലർക്ക് ചെറിയൊരു ഓർമ്മയായിരിക്കും. ചിലർക്കത് സന്തോഷത്തിന്റെ മാത്രം നിമിഷങ്ങളാണെങ്കിൽ മറ്റു ചിലർക്ക് കണ്ണ് നനയിക്കുന്ന ഒട്ടനവധി ഓർമ്മകൾ ഉണ്ടാകും. അതെ, ഓരോ വിവാഹത്തിനും ഓരോ കഥയുണ്ട്. അതുപോലൊരു കൊച്ചു ഓർമ്മകളിലൂടെയാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളെയും കൂടെ കൊണ്ടുപോകുന്നത്. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ആ മനോഹരമായ നിമിഷങ്ങൾ ഓർത്തെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അത് ഞങ്ങൾക്ക് വലിയൊരു സന്തോഷമായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ പ്രിയപ്പെട്ട ആ ഓർമ്മകൾ നമ്മുടെ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഒന്ന് പങ്കുവെക്കാമോ? നമുക്ക് ഒരുമിച്ച് ഓർമ്മകൾ പങ്കുവെക്കാം. നമ്മളെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നത് ഒരു ചെറിയ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ വെഡ്ഡിങ് വിശേഷങ്ങൾ പറയാനാണ്. അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ വെഡ്ഡിങ്ങിന് ഒപ്പം നിന്ന് അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ മാക്സിമം ഈ കല്യാണം നടക്കണം എന്ന് ഞങ്ങളെ കഴിഞ്ഞ് ഒരുപാട് ആഗ്രഹിച്ച കുറച്ച് പേരുണ്ട്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ നമ്മൾ പേഴ്സണലി ആ സമയത്ത് തന്നെ താങ്ക് യു എന്ന് പറഞ്ഞെങ്കിലും അതിന് ഒരു എന്താ പറയുക, ഒരു ഫുൾഫിൽനെസ് ഞങ്ങൾക്ക് തന്നെ തോന്നിയില്ല. അപ്പം ഈ ഒരു അവസരത്തിൽ അവരുടെ കൂടെ ഉള്ളൊരു നന്ദി പറയാനുള്ള ഒരു അവസരമായിട്ട് നമ്മളത് എടുക്കണം. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആണിത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്നറിയാമോ, നമ്മുടെ കല്യാണത്തിന് വേണ്ടിയാണ് ഇവരെല്ലാവരും ഒരുമിച്ച് പങ്കെടുത്തത്, അല്ലെങ്കിൽ ഒരുമിച്ച് അധ്വാനിച്ചതെങ്കിലും ഇവർക്ക് തമ്മിൽ അറിയില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ എന്തൊരു കാര്യം ചെയ്യും, ഇതൊക്കെ ഇവിടെ ഇരുന്നുണ്ട് നിങ്ങൾ ഇൻട്രോ കണ്ടിട്ടോ, എന്നിട്ട് നമുക്ക് ബാക്കി വിഷയങ്ങൾ പറയാം. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളൊരു പ്രത്യേക ദിവസമാണ്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്ന് വരെ ചെയ്യാത്തൊരു ആംബിയൻസിലാണ് നമ്മളിന്ന് ഇരിക്കുന്നത്. ഈ ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ ലൈറ്റിങ് കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ ഡിഫറെന്റ് ആയിട്ടൊരു വൈബിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇന്നത്തെ ഉദ്ദേശം ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങളുടെ വെഡ്ഡിങ്ങിന്റെ കഥ പറയാനാണ്. ഞങ്ങൾ ഇങ്ങനെയാണ് കല്യാണം കഴിഞ്ഞതും എത്ര വർഷം കൊണ്ട് ഞങ്ങൾ കാത്തിരുന്ന് ഞങ്ങളൊരു വളരെ ബിഗ് ഡേ അതിനെ കുറിച്ച് പറയാനാണ് ഞങ്ങൾ വന്നേക്കുന്നത്. ഞങ്ങളുടെ വളരെ ക്ലോസ് ടു ഹാർട്ട് മൊമെന്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. ഞങ്ങളുടെ ഏറ്റവും കുറഞ്ഞ ഫാമിലിയാണ് നമ്മുടെ ചാനൽ എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് പേർ കാണുമ്പോൾ അറിയാം. അപ്പൊ നമ്മൾ അവരുമായിട്ട് നമ്മുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയുള്ള വീഡിയോ ആണ്. അപ്പം ചിന്നു വരുന്നുണ്ട്, മമ്മി വരുന്നുണ്ട്, എല്ലാവരും വരുന്നുണ്ട്. വെഡ്ഡിങ്ങിന് ഞാൻ മാത്രം വെഡ്ഡിങ് വിശേഷം പറഞ്ഞാൽ പോരല്ലോ. അപ്പൊ നമുക്ക് ചിന്നുവിനെ കൂടെ വിളിക്കാം. അപ്പൊ ചിന്നുവിന്റെ വിശേഷങ്ങൾ, ചിന്നുവിന്റെ വീട്ടിൽ നടന്ന വിശേഷങ്ങളൊക്കെ ചിന്നു തന്നെ പറയുമ്പോൾ എല്ലാവരും ഒരു ഭംഗി, അവരൊരു എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ അവരൊരു പറയുന്നതല്ല എന്റെ ഭംഗി. അപ്പൊ നമുക്ക് ചിന്നുവിനെ കൂടെ വിളിക്കാം. ചിന്നു വാ. ചിന്നു വന്നിട്ടുണ്ട്. അപ്പൊ ചിന്നുവിന്റെ വെഡ്ഡിങ് വിശേഷങ്ങളും നമ്മളായിട്ട് ഒരുമിച്ചല്ലല്ലോ. അപ്പൊ രണ്ട് വീട്ടിലാണ്ട് അവരൊരു എക്സ്പീരിയൻസ് അവരൊരു പറയുന്നത്. ഞാനും അറിയുന്നില്ല ചിന്നുവിന്റെ വീട്ടിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവിടെ നടന്ന കാര്യങ്ങൾ എനിക്കും അറിയില്ല. തിരിച്ച് ഇവിടെയും എന്തൊക്കെ നടന്ന കാര്യങ്ങൾ ചിന്നുവിനല്ല. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അവിടുത്തെ വിശേഷങ്ങൾ അറിയാം, എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് അറിയാൻ കൂടെ ഒരു ചാൻസ് ആണ് നമ്മളെ ഇന്നത്തെ വിശേഷം. ഇന്നത്തെ വീഡിയോയിൽ കൂടെ നമുക്ക് അവ ചോദിക്കാം എന്തൊക്കെയായിരുന്നു അന്നത്തെ വെഡ്ഡിങ്ങിന്റെ ദിവസം അല്ലെങ്കിൽ വെഡ്ഡിങ്ങിന്റെ തലേ ദിവസം നടന്ന കാര്യങ്ങൾ. അതിനു മുന്നേ എങ്ങനെ വെഡ്ഡിങ്ങിൽ എത്തി എന്ന കാര്യം പറയണ്ടേ? അത് പറഞ്ഞിട്ടില്ലേ 16 വർഷത്തെ കാര്യങ്ങളും അത് പറഞ്ഞാൽ മാത്രമല്ലേ എങ്ങനെ നമ്മൾ വെഡ്ഡിങ്ങിൽ എത്തി എന്ന് പറയുന്ന ഒരു കാര്യമുള്ളൂ. പറഞ്ഞോളൂ. ആ ഒരു 16 വർഷത്തെ ആ ഒരു ജേണി പറയാൻ ഈ ഒരു വീഡിയോ മതിയാവില്ല. അതിന് ഞങ്ങളുടെ ഒരു ലവ് സ്റ്റോറി എങ്ങനെയാണെന്നുള്ളത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അതാണ് നല്ലത്. എന്തായാലും ഇതിപ്പോ ഒരു മൊത്തത്തിലൊരു ചുരുക്കി പറയുകയാണെങ്കിൽ ഞങ്ങളുടെ റിലേഷൻ, ഞങ്ങളുടെ ഒരു ലവ് കം അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. അപ്പോൾ അതില് ഞങ്ങള് ഓൾമോസ്റ്റ് ഒരു 15 ഇയേഴ്സ്, ഒരു 16 വർഷത്തോളം ഞങ്ങള് പ്രണയിച്ചതിന് ശേഷം വിവാഹം കഴിച്ചവരാണ്. ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ സിൻസ് 2009 മുതൽ ഞങ്ങളുടെ റിലേഷൻ സ്റ്റാർട്ട് ചെയ്തതാണ്. ഓക്കെ, അങ്ങനെ എന്താ പറയാ, എല്ലായിടത്തും ഉണ്ടാവുന്ന പോലെ തന്നെ ആദ്യത്തെ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 16 വർഷം ഞങ്ങൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്തു. എന്താ പറയാ, ഒരുപാട് കാര്യങ്ങളുണ്ടായി. അതൊക്കെ ഞങ്ങൾ വേറൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. എന്തായാലും അങ്ങനെ കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളുടെ കല്യാണത്തിന് പാരൻസ് സമ്മതിച്ചു. എന്താ പറയാ, അത്രയും കാലങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പോൾ 2025 സെപ്റ്റംബർ 15 ഞങ്ങളുടെ ചിരകാല സ്വപ്നം അതങ്ങ് നടന്നു. ഞങ്ങളുടെ വെഡ്ഡിങ് സെപ്റ്റംബർ 15-ാം തീയതി ആയിരുന്നു. അപ്പോൾ 14-ാം തീയതി എൻ്റെ വീട്ടില് റിസപ്ഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷം അതിനു മുന്നേ 13-ാം തീയതി ഞങ്ങളുടെ ചർച്ച് ഡെക്കറേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ 13-ാം തീയതിയിലെ കാര്യം ഞങ്ങൾ ഒരുമിച്ചായിരുന്നത് കൊണ്ട് അത് നമുക്ക് ഒരുമിച്ച് ഷെയർ ചെയ്യാലേക്ക്. എന്തായാലും 14-ാം തീയതിയുള്ള കാര്യം ഞാൻ പറയാം. അപ്പോൾ 14-ാം തീയതി 13 പറഞ്ഞു പോന്നല്ലോ.
ആണോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ 13-ാം തീയതി ഒരു സാറ്റർഡേ ആയിരുന്നു. അപ്പൊ നമ്മുടെ ചർച്ചിലെ ആരാധനയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങള് ഏകദേശം ഒരു രാത്രി ഒരു 8:30-9 മണിയോടുകൂടെയാണ് അല്ലെ ആരംഭിച്ചത്. ഞങ്ങളുടെ ചർച്ച് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ ഈ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോയ കൂട്ടത്തിൽ ഞങ്ങള് 1-2 പേരെ അവരുടെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. അപ്പൊ അതില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ഞങ്ങളുടെ ചർച്ചിലെ ഒരു കൊച്ച്. അതായത് ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഞങ്ങളുടെ ഒരു കുട്ടിയാണ്. ജെനി എന്നാണ് അവളുടെ പേര്. അപ്പൊ ഞങ്ങള് ഈ സാധനങ്ങൾ മേടിക്കാൻ പോയപ്പോൾ ഞങ്ങളുടെ കൂടെ അവളും ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും അന്ന് ഭയങ്കര മഴയായിരുന്നു. ആ മഴയത്ത് ആ ചാല മാർക്കറ്റിലൂടെ ഞങ്ങളോടൊപ്പം അവളും അത്രയും കഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കൊച്ചു ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സമയം ഞങ്ങൾ അവളോടുള്ള താങ്ക്സ് അറിയിക്കുകയാണ്. അപ്പോൾ ഈ സാധനങ്ങൾ വാങ്ങാൻ പോകുന്ന കൂട്ടത്തൊക്കെ ഞങ്ങൾക്ക് കൂടെ ഉണ്ടായിരുന്നത് ഞങ്ങളുടെ ഫ്രണ്ടായ ഗോകുലായിരുന്നു. അപ്പോൾ ഗോകുലിന്റെ കാറിലാണ് ഞങ്ങൾ പോയത്. അപ്പോൾ അവൻ എന്താ പറയാ, വളരെ ഹെൽപ്ഫുള്ളായിരുന്നു എല്ലാ കാര്യത്തിലും. അങ്ങനെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് ഞങ്ങൾ വന്നു. പിന്നെയാണ് നമ്മൾ പറഞ്ഞു വന്ന ആ ഒരു 13-ാം തീയതിയുള്ള കാര്യത്തിലോട്ട് വരാം. അപ്പൊ അന്ന് 13-ാം തീയതി ഏകദേശം ഒരു രാത്രി 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും 9-9:30 ആയിട്ടുണ്ടാവും. ഞങ്ങൾ ചർച്ച് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് പോയി. അപ്പോൾ അങ്ങനെ പോയപ്പോൾ ഇച്ചായന്റെ ഭാഗത്ത് നിന്ന് ഇച്ചായനും ഇച്ചായന്റെ ബ്രദറിന്റെ മകള്, അതും ഞങ്ങൾക്ക് നന്ദി പറയേണ്ട മറ്റൊരാളാണ് ഷീന ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ഷീന ഉണ്ടായിരുന്നു. അപ്പോൾ ഇച്ചായന്റെ കൂടെ ഇച്ചായനും ഷീനയുമായിട്ട് വന്നു. പിന്നെ അതോടൊപ്പം തന്നെ എൻ്റെ ഭാഗത്തു നിന്നും എൻ്റെ കസിൻസും അതുപോലെ തന്നെ എൻ്റെ ചേച്ചിയുടെ മക്കളും അങ്ങനെ കുറച്ച് പിള്ളേരുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടായിട്ടുള്ള ഞങ്ങളുടെ ഒരു ചേട്ടൻ, ആശിഷ് ചേട്ടൻ. നിങ്ങൾ ചേട്ടനെ ഞങ്ങളുടെ വീഡിയോയിൽ ചിലപ്പോ സ്ഥിരം കാണുന്നവർക്ക് ഉണ്ട്. അപ്പൊ ചേട്ടൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇത്രയും പേര് ആയിട്ടാണ് ഞങ്ങൾ ചർച്ച് ഡെക്കറേറ്റ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ ചർച്ചിലെ പിള്ളേര്, ഞങ്ങൾ നേരത്തെ പറഞ്ഞ ജെനിയുടെ സിസ്റ്ററും അങ്ങനെ കുറച്ച് 1-2 പിള്ളേരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ആ പരിപാടി ഞങ്ങൾ ചെയ്തത്. കാരണം ഏകദേശം ഡെക്കറേഷനൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 11:30-12 മണിയോളമായി. ഇത് ഒരിക്കലും ഇതിന് മുന്നേ ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. കാരണം ഞങ്ങൾ സ്റ്റിക്കറൊക്കെ ആണല്ലോ, പിന്നെ ഇങ്ങനെ ഒട്ടിച്ചൊക്കെ വെക്കുമ്പോഴത്തേക്കും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. സോ ഞങ്ങൾ ആ തലേ ദിവസം അല്ലെങ്കിൽ അതിന്റെ തൊട്ട് മുന്നത്തെ ദിവസം തന്നെ അത്ര ദിവസമേ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ എന്തായാലും ഞങ്ങൾ കുറെ കഷ്ടപ്പെട്ട് ആ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തു. എന്തായാലും ഫൈനൽ ലുക്ക് എനിക്ക് വീഡിയോയില് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം ഞങ്ങളോട് തന്നെ ഒരുപാട് പേര്, അതായത് ഔട്ട്സൈഡേഴ്സ് ആയിട്ടുള്ള ഒത്തിരി പേര് ഞങ്ങളോട് ചോദിച്ചു. അവർക്ക് ഞങ്ങളുടെ ചർച്ചിലെ രീതികളൊന്നും അറിയാത്ത കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ ചോദിച്ചു, നിങ്ങൾ എവിടെയാണ് ഡെക്കറേഷൻ കൊടുത്തത്, നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, എവിടെയാണെന്നൊക്കെ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ അന്ന് കഴിഞ്ഞു. 13-ാം തീയതിയെ പറ്റി ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, 13-ാം തീയതി ഓൾമോസ്റ്റ് ഓവറാണ്. കാരണം നമ്മൾ ഡെക്കറേഷൻ പകുതി കംപ്ലീറ്റ് ചെയ്തുള്ളൂ, ഫുള്ള് കംപ്ലീറ്റ് ചെയ്തില്ല. 13-ാം തീയതി സാറ്റർഡേ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പകുതി കംപ്ലീറ്റ് ചെയ്തിട്ട് അന്ന് പോരുക ചെയ്തു. കാരണം ഏറ്റവും ബാക്കി ഫൈനൽ ടച്ച് എന്ന് പറയുന്നത് നമുക്ക് 14-ാം തീയതി ചെയ്യാൻ പറ്റും. 14-ാം തീയതി നമ്മുടെ റിസപ്ഷൻ. എന്റെ വീട്ടില് ഒരു ഫംഗ്ഷനും ഇല്ല, ചിന്നുവിന്റെ വീട്ടിലാണ് ഫംഗ്ഷൻ ഉള്ളത്. അപ്പൊ 14-ാം തീയതിയും നമുക്ക് ഡെക്കറേഷൻ ഉണ്ട്. അപ്പൊ അതിന് എന്തായാലും ചിന്നുവിന്റെ ഭാഗത്ത് നിന്ന് ആരുമില്ല. ചിന്നു പ്രീ റിസപ്ഷനും അന്ന് എന്തായിരുന്നു രാവിലെ എണീറ്റുള്ള പ്രോഗ്രാം? അന്ന് രാവിലെ എപ്പോഴത്തെയും പോലെ തന്നെ. അന്ന് പിന്നെ രാത്രി വന്ന് കിടന്നപ്പോൾ ഒത്തിരി ലേറ്റ് ആയി. എന്നിട്ട് രാവിലെ എണീറ്റപ്പോഴും ഇച്ചിരി ലേറ്റ് ആയി. ഓക്കെ, എന്തായാലും രാവിലത്തെ റുട്ടീനൊക്കെ കഴിഞ്ഞു. പ്രീ വെഡിങ് റിസപ്ഷൻ വീടിന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു പാരിഷ് ഹാളിൽ, വേറൊരു ചർച്ചിന്റെ പാരിഷ് ഹാളിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഒരു 4 മണി ടൈമാണ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തലേ ദിവസത്തേക്കും കൂടെ ഒരു ലെഹങ്ക എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു റെഡ് കളർ, ഒരു ചില്ലി റെഡ് കളർ ലെഹങ്ക ആയിരുന്നു. ഓക്കെ, എന്നിട്ട് എൻ്റെ മേക്കപ്പ് ചെയ്തിരുന്നത് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള അഖിലയാണ്. അപ്പോൾ അത് ഞാനിങ്ങനെ എനിക്ക് ബ്യൂട്ടീഷ്യൻ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവള് പറഞ്ഞു, എടാ നമുക്കൊന്ന് ട്രൈ ചെയ്യാം, ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ശരി, നീ എന്നെ കുളമാക്കുമോ? ഇല്ല നിനക്ക് എന്നെ വിശ്വസിക്കാം, ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. നീ സൺഡേ ഏകദേശം ഒരു 2 മണിയൊക്കെ ആയപ്പോഴത്തേക്കും അഖില വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ ഇട്ടതിന് ശേഷം അവൾ എന്നെ മേക്കപ്പ് ചെയ്ത് തുടങ്ങി. പക്ഷെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞപ്പോൾ ശരിക്കും ഞാൻ എത്തിപ്പോയി. അത് കുളമായതുകൊണ്ടല്ല, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്ക് മാത്രമല്ല, എനിക്ക് അന്ന് കല്യാണത്തിന് വന്ന പലരും എന്നോട് ചോദിച്ചു ആരാ മേക്കപ്പ് ചെയ്തതെന്ന് ചോദിച്ചു.
സത്യം ഇത് നന്നായിട്ടുണ്ട്. ഇത്രയും നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്തല്ലോ, എന്തിനാണ് വെറുതെ നമ്മൾ ഭയങ്കര കാശൊക്കെ കൊടുത്ത് ഇങ്ങനെ ബ്യൂട്ടീഷ്യനെയൊക്കെ വെക്കുന്നത്, അതിനേക്കാളും എന്ത് അടിപൊളിയായിട്ട് ആ കൊച്ചു ചെയ്തു തന്നു എന്ന് പറഞ്ഞു. അല്ല, നമുക്ക് ഫോട്ടോ എടുക്കാം. എന്നിട്ട് നിങ്ങൾ തന്നെ പറഞ്ഞത് എങ്ങനെ കൊള്ളാമോ കൊള്ളത്തില്ല, അപ്പൊ ഞങ്ങൾ ഇത്രയും പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഹൈപ്പ് തോന്നുന്നുണ്ടല്ലോ, ആ ഫോട്ടോ എടുക്കാം. റിസപ്ഷൻ തലേദിവസം ഫോട്ടോ ഇരിക്കുന്ന എന്റെ റിസപ്ഷൻ ഡ്രസ്സ് ഞാൻ നേരത്തെ പറഞ്ഞ എന്റെ ഫ്രണ്ട് അഖിലയുടെ ഗിഫ്റ്റ് ആയിരുന്നു. അപ്പോൾ അവള് കല്യാണം തീരുമാനിച്ച സമയത്ത് എന്നോട് പറഞ്ഞു, എടാ നിനക്ക് വേണ്ടിയിട്ട് ഞാനൊരു കാര്യം ചെയ്യാം, നിന്റെ തലേ ദിവസത്തെ വെഡിങ് ഡ്രസ്സ് ഞാൻ നിനക്ക് മേടിച്ചു തരാം. അങ്ങനെ അവളുടെ അതാണ് അന്നത്തെ ആ ഒരു ഫുൾ ലുക്കും. അതാണ് ഞാൻ പറഞ്ഞ ആ ഡ്രസ്സ്. എന്നിട്ട് ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ പോയപ്പോൾ അതിലേക്ക് വരാൻ പറ്റിയില്ല, അവള് വരണം എന്നൊക്കെ കരുതി ഇരുന്നിട്ട് വരാൻ പറ്റിയില്ലായിരുന്നു. അന്നത്തെ ആ ഒരു ഡേ അവളായിരുന്നു മൊത്തം അവളുടെ ഇഷ്ടത്തിന് ചെയ്തതായിരുന്നു. എന്തായാലും അഖില എന്നെ നല്ല രീതിയിൽ ഒരുക്കി. എന്നോടൊപ്പം തന്നെയാണ് എൻ്റെ ആശ ചേച്ചി. ചേച്ചി എൻ്റെ കൊളീഗാണ്, എൻ്റെ ഫ്രണ്ടാണ്. അപ്പൊ ചേച്ചിയും അതുപോലെ തന്നെ. അപ്പോൾ അഖില എന്നെ ഒരുക്കിയത് കണ്ട് ചേച്ചി ലാസ്റ്റ് ആയപ്പോഴത്തേക്കാണ് വന്നത്. ചേച്ചിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പെട്ടെന്ന് അവളിങ്ങനെ പറഞ്ഞു, അയ്യോ എടാ ഹെയർ ചെയ്തതിൽ കുറച്ചുകൂടെയൊക്കെ ബെറ്റർ ആവാം എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് ഫ്ലവേഴ്സ് കൂടെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരിക്കുമായിരുന്നു. അപ്പൊ റെഡ് ഡ്രസ് ആയതുകൊണ്ട് റെഡ് റോസ് വെക്കാന്ന് പറഞ്ഞു. പക്ഷെ അവർക്ക് പോരാ. അത് ഞാൻ ഇമോഷണൽ ആവുന്നുണ്ട് ഇതൊക്കെ പറയുമ്പോൾ. അപ്പോ ചേച്ചി അവള് സ്വന്തമായിട്ട് അവള് തന്നെ പോയി ഷോപ്പില്. ഞങ്ങൾക്ക് ഇവിടെ ഏറ്റവും അടുത്തെന്ന് പറയുന്നത് നെയ്യാറ്റിൻകരയാണ്. അപ്പൊ നെയ്യാറ്റിൻകര ഒരു ഫ്ലോറൽ ഷോപ്പിൽ പോയിട്ട് എനിക്ക് വേണ്ടി കുറെ ഫ്ലവേഴ്സ് മേടിച്ചിട്ട് വന്നു. അപ്പൊ എനിക്ക് അത് വെച്ച് തന്നപ്പോഴത്തേക്കും എന്താ പറയാ, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതാ ഞാൻ പറഞ്ഞു, ഞാൻ ഇമോഷണൽ ആവുന്നുണ്ട്. കാരണം നമ്മള് ലൈഫിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറെ പേരാണ് നമുക്ക് ചില സമയത്ത് ഞങ്ങളുടെ കൂടെ ഉണ്ടാവുക എന്ന് നമ്മൾ പറയില്ലേ. ഞങ്ങളുടെ കാര്യത്തിൽ അത് സത്യമാണ്. 4 മണി ആവാറായപ്പോൾ അവള് മേക്കപ്പ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു, ഞാൻ ഒരുങ്ങി. അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഫോട്ടോഗ്രാഫർ വന്നു. അങ്ങനെ കുറച്ച് ഫോട്ടോ സെക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫോട്ടോഗ്രാഫി ചെയ്തിരുന്നത് ഇച്ചാന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായ ഞങ്ങളുടെ നട്ടു ചേട്ടനായിരുന്നു, നിതിൻ ചേട്ടനായിരുന്നു. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങള് പറയാം കേട്ടോ, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞങ്ങളുടെ ബ്യൂട്ടീഷ്യന്റെയും നമ്മുടെ ഫോട്ടോഗ്രാഫർ അങ്ങനത്തെ സാധനങ്ങൾ ഡിസ്കസ് കൊടുക്കാം. അതൊക്കെ ആർക്കെങ്കിലും ഉപയോഗപ്പെടുന്നതെങ്കിൽ ഒരു പ്രൊഫഷണൽ ആണ്, കംഫർട്ടബിൾ ആയിരിക്കും. ഫ്രണ്ട്സ് ആണെന്നുപരി ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സ് ആണ്. അല്ലാണ്ട് നമ്മളെ ഫ്രണ്ട്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല, ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സ് തന്നെയാണ്. അങ്ങനെ ഫോട്ടോ സെക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് റിസപ്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം ഒരു 4-4:30 ആയപ്പോഴത്തേക്കും സ്റ്റാർട്ട് ചെയ്തു. പ്രത്യേകിച്ച് എനിക്ക് പറയാനൊന്നുമില്ല. അങ്ങനെ ഏകദേശം ഒരു രാത്രി 9:30-10 മണിയോളം തന്നെ സംഭവം ഉണ്ടായിരുന്നു. ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഒരു 10:30 ആയി. നമ്മുടെ അതിന് ഫുഡ് കൊണ്ടുവരുന്ന ആളെ പറയാം. അപ്പം ഈ പറയുന്ന ആളാണ് ഞങ്ങൾക്ക് എന്റെ വീട്ടിലേക്ക് ചിന്നുവിന്റെ റിസപ്ഷന്റെ ഫുഡ് കൊണ്ടുവരുന്നത്. അങ്ങനെ എനിക്ക് സാധാരണ ഒരു വീട്ടില് കല്യാണ പ്രോഗ്രാം നടക്കാറില്ല. അങ്ങനെ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് തലേ ദിവസം പൈൻ്റെ വീട്ടിൽ കൊണ്ടുവരുന്നത്. ഞങ്ങളുടെ വീട്ടിൽ ഇതല്ല, ഇതിനപ്പുറവും നടക്കും. അതുപോലെ അപ്പം ഈ ഫുഡ് കൊണ്ടുവരുന്ന വ്യക്തിയും ഇയാൾ വഴിയാണ് ഞാൻ പരിചയപ്പെടുന്നെങ്കിലും, പക്ഷെ ആക്ച്വലി സ്പീക്കിംഗ് ഇപ്പം ആള് ഇവരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്നുള്ള രീതിയിലാണ്. അപ്പൊ 14-ാം തീയതി എന്റെ വീട്ടിൽ നടന്നെന്ന് വെച്ചാല് പറഞ്ഞില്ല പറയാം. അപ്പം 14-ാം തീയതി എന്റെ വീട്ടിൽ നടക്കുന്നതെന്ന് വെച്ചാല് രാവിലെ മുതലേ എന്റെ കൂടെ നിന്ന് പേര് ആദർശൻ, നമ്മളെ വിളിക്കുന്ന കാസ്ട്രോ എന്ന് വിളിക്കുന്നത്. അപ്പൊ അവന് തന്നെ ഇട്ട പേരാണ് കാസ്ട്രോ. അറിയപ്പെടാനാണ് ഞാൻ എന്നെ തന്നെ വിമൽ കുമാർ എന്ന് വിളിക്കുന്നത്. ഞാൻ അതുകൊണ്ട് അവന് കാസ്ട്രോ എന്ന് പറയുന്നതായിരിക്കും നല്ലത്. അവനും അതാണ് ഇഷ്ടം. അപ്പൊ ഞങ്ങൾ ഇനി വീഡിയോയിൽ അവനെ പറ്റി അപ്പൊ കാസ്ട്രോ രാവിലെ തൊട്ട് എന്റെ ഒപ്പം ഉണ്ട്. ഞങ്ങള് കല്യാണത്തിന്റെ തലേ ദിവസം പയ്യന്റെ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും, ബൊക്കെ ഓർഡർ കൊടുക്കാൻ പോവുക, കാറിന് ഓർഡർ കൊടുക്കുക. ഈ കാറ് വന്നത് എന്റെ ഫ്രണ്ട്സിന്റെ വണ്ടിയാണ്. ബസ് ബുക്ക് ചെയ്തു, അതും നമ്മുടെ ഫ്രണ്ട്സിന്റെ ബസ് തന്നെയാണ്. അപ്പൊ അത് ഓൾമോസ്റ്റ് ഫ്രണ്ട്സും ഫാമിലി വളരെ ഒരു 60%, ഒരു 45% ആണെങ്കിലും ബാക്കി എല്ലാം ഫ്രണ്ട്സ് തന്നെയായിരുന്നു. അപ്പം ഒരു ഫ്രണ്ട്സിന്റെ ഗെറ്റ് ടുഗദർ പരിപാടിയായിരുന്നു ഞങ്ങളുടെ കല്യാണം 2 സൈഡിൽ. അപ്പൊ ഞങ്ങള് അത് കഴിഞ്ഞ് 14-ാം തീയതി രാവിലെ ഞങ്ങൾ ഉറക്കം നിൽക്കുന്നു. പിന്നെ ഞാൻ വിളിക്കുന്നില്ല, ഒരു കോൺടാക്റ്റും ഇല്ല. അവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നത് മാത്രമേ എനിക്കറിയാം. എൻ്റെ വീട്ടിൽ കല്യാണത്തിന്റെ അന്ന് തലേ ദിവസം നമുക്ക് പന്തലിടുന്ന പരിപാടി നടക്കുന്നുണ്ട്. ഡെക്കറേഷൻ ആളെ ഞാൻ വിളിച്ച് പറയുന്നുണ്ട്. പിന്നെ വീട് വൃത്തിയാക്കുക എന്നുള്ള ചടങ്ങ്, അതിനാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഞാൻ എന്നെ കൊണ്ടാകുന്ന പോലെ ഒരാളെ ചെയ്താൽ അറിയാലോ എന്തുമാത്രം ചെയ്യാൻ പറ്റും. ഇച്ചിരി നല്ല ഏരിയ ഉണ്ട് നമ്മൾ വീട്, അപ്പം അത് ഒരാൾക്ക് മാത്രം ചെയ്യാൻ പറ്റില്ല. അതിനു വേണ്ടി വന്നതാണ് എൻ്റെ ഫ്രണ്ട്സ് വന്നു. ഒന്ന് വിഷ്ണു, പിന്നെ വട്ടോളി നിന്ന് അരുൺ. അപ്പോൾ എല്ലാവരും ഫോട്ടോ എടുത്തേക്കാമേ. പിന്നെ വിജീഷ്, പിന്നെ അരുണിൻ്റെ 3-4 ഫ്രണ്ട്സ്. ഇത്രയും അജീഷ് ഗൾഫിലില്ല.
അപ്പം അങ്ങനത്തെ അജീഷുണ്ട്. അപ്പോൾ അജീഷ് അപ്പൊ ഇത്രയും പേര് വന്നിട്ടാണ് ഞങ്ങളുടെ വീട്, എന്റെ വീട് മൊത്തവും ക്ലീൻ ചെയ്തെന്ന് പറഞ്ഞാൽ നല്ല കണ്ണാടി പോലെ ആക്കിയിട്ട് അടിപൊളിയാക്കിയിട്ട് അവര് പോയി. എന്നിട്ട് അവര് പോയി ഉച്ചയായപ്പോഴത്തേനും പന്തലുകാർ വന്നു, പന്തല് പണിയുന്നു. ഞങ്ങൾ അന്ന് വൈകുന്നേരം ഞങ്ങൾ കേക്കിന്റെ സാധനങ്ങൾ വാങ്ങാൻ പോകണം, എൻ്റെ വെഡ്ഡിങ് കേക്കിന്റെ സാധനങ്ങൾ കുറേയൊക്കെ ഞങ്ങൾ വാങ്ങി. നേരത്തെ സാധനങ്ങൾ വാങ്ങാൻ പോയപ്പോൾ വാങ്ങി, പക്ഷെ ബാക്കി 1-2 സാധനങ്ങളും ഡെക്കറേഷൻ. അപ്പൊ ഈ കേക്കിന്റെ കാര്യം പറഞ്ഞ് നമ്മൾ ഈ ഏത് മോഡലാണെന്ന് ഇതുവരെയായിട്ട് നമുക്ക് ഫൈനലൈസ് ചെയ്യാൻ പറ്റും. അത് 14-ാം തീയതി വരെ നമ്മൾ ഫൈനലൈസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞാൻ 13-ാം തീയതിയാണ് ഈ കേക്കിന്റെ സ്റ്റാൻഡ് ഫോട്ടോ കൊടുത്തേക്കാം. ആ സ്റ്റാൻഡ് ഫൈനലൈസ് ചെയ്തപ്പം പിന്നെ ഇതിന് സാധനങ്ങൾ വാങ്ങണം. നമ്മൾ നേരത്തെ വാങ്ങിച്ച സാധനങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അങ്ങനെ 14-ാം തീയതി ഞാൻ ഇപ്പൊ ചിന്ന റിസപ്ഷൻ കാര്യങ്ങൾ പോകുന്നു. ഞാൻ പിന്നെയും 14-ാം തീയതി പോയി സാധനങ്ങൾ വാങ്ങാൻ പോകുന്നു. സാധനങ്ങൾ വാങ്ങി ഇവിടെ വീട്ടിൽ വന്നു. അപ്പൊ ലൈറ്റിംഗ് ആയി, പന്തലായി. എന്നിട്ടും അവിടെ വന്നപ്പോൾ ലൈറ്റ് ശരിയാവുന്നു, ലൈറ്റ് കുറഞ്ഞു പോയെന്ന് മമ്മിക്കൊരു പരാതി. അപ്പം ചിന്നുവിന്റെ റിസപ്ഷൻ നടക്കുന്ന സമയത്ത് ഞാനും ഷീനയും കൂടെ ലൈറ്റ്, നമ്മുടെ സീരിയൽ ലൈറ്റ് വാടകയ്ക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ചിന്നുവിന്റെ റിസപ്ഷൻ നടക്കുന്ന ഹാളിന്റെ ഫ്രണ്ടിൽ കൂടെ പോവുകയാണ്. അപ്പൊ അകത്ത് ചിന്നുവിന്റെ പാട്ട്, റിസപ്ഷൻ ഹാൾ നടക്കുന്ന പാട്ട് കേൾക്കാൻ ആൾക്കാർ വരുന്നുണ്ട്, പോകുന്നുണ്ട്. ഞങ്ങള് ചിന്നുവിന്റെ കല്യാണ റിസപ്ഷൻ ഓഡിറ്റോറിയത്തിന്റെ കുറച്ച് മാറി ഒളിച്ചിരിക്കുക, ഞങ്ങൾ അതിനെ കാണാതിരിക്കുക. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ വിഷ്ണുവും ഫ്രണ്ട്സും ഫാമിലി എല്ലാവരും കൂടെ ചിന്നുവിന്റെ റിസപ്ഷനിൽ പോവാണ്. അവര് റോഡിൽ പോകുന്നുണ്ട്, ഞങ്ങൾ എന്നെ ഷീനയും കാണുന്നില്ല, ഞങ്ങൾ ഒളിച്ചിരിക്കുകയാണ് കാണാം. അപ്പൊ ഞങ്ങൾ അവരെ കാണുന്നുണ്ട്. എന്നിട്ട് ഞങ്ങൾ ലൈറ്റും വാങ്ങി വീട്ടിൽ വന്ന് വീട് ഡെക്കറേറ്റ് ചെയ്തു. വീട്ടിൽ ലൈറ്റ് ഇട്ട് ഈ പയ്യന്റെ വീട്ടിൽ നിന്ന് പെണ്ണിന്റെ വീട്ടിൽ റിസപ്ഷൻ പോകുന്ന ഒരു ചടങ്ങുണ്ടല്ലോ. അപ്പൊ അവര് കുറച്ച് പേര് അതിന് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളിവിടെ ഞാൻ ഷീനയായിട്ട് ലൈറ്റ് ഇടിക്കും. പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ എന്റെ മേക്കപ്പ് നടക്കുമല്ലോ, ഷീനയാണ് എന്റെ മേക്കപ്പ് മാൻ. അപ്പം ഇങ്ങനെ കറുത്തിരിക്കുന്നുണ്ടോ തേച്ച് വിളിപ്പിക്കാനുള്ള തത്രപ്പാടിലായിരുന്നു പുള്ളിക്കാരി. അപ്പൊ അത് നടന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നറിയാവോ, ഈ ഒരു 14-ാം തീയതി നമ്മൾ പറഞ്ഞില്ല, 13-ാം തീയതിക്കുള്ള ഡെക്കറേഷൻ ബാക്കിയുണ്ട്. ഞങ്ങൾ ഇതും കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചൊന്നും ഓർമ്മയില്ല, എന്തോ കഴിച്ചെന്ന് തോന്നുന്നു, കഴിച്ചില്ലെന്ന് ഓർമ്മയില്ല. എന്നിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് ചിന്നിന്റെ പള്ളിയിൽ പോവാണ് ബാക്കിയുള്ള ഡെക്കറേഷൻ ചെയ്യാൻ. അങ്ങനെ ഞാനും ഷീനയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന്. ഫ്ലവർ വർക്കുണ്ട്, ഫ്രണ്ട് മെയിൻ ഡോറിന്റെ ഒരു ഡെക്കറേഷൻ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ കുഞ്ഞു ഡെക്കറേഷൻസ് ഒക്കെ ഉള്ളൂ. അത് ഞാനും ഷീനയും ഈ ആകാശ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ ഫ്രണ്ട്സ് എന്ത് വരാതെന്ന് വെച്ചാൽ അവർക്ക് വേറെ പണിയുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അത് ഒക്കെ പ്ലാൻ ചെയ്തു, റെഡിയാക്കി, അതൊക്കെ ഡെക്കറേഷൻ ചെയ്യുന്നു. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ 14-ാം തീയതി രാത്രി ഞാനിവിടെ എത്തുമ്പോൾ 9:30 മണി കഴിഞ്ഞു. എന്നിട്ടാണ് ഞങ്ങൾ പള്ളി ഡെക്കറേഷന്റെ കാര്യങ്ങളൊക്കെ തീർക്കാണ് ഇവിടെ വരുന്നത്. വന്ന് അപ്പൊ രാത്രി ആയപ്പോൾ ഞാൻ നേരത്തെ പോലെ ക്യാഷ് ഫുഡ് കൊണ്ടുവന്ന് കഴിച്ചു. ഞങ്ങള് ഏകദേശം ഇവിടെ വന്നപ്പം ബാക്കി കല്യാണത്തിന്റെ തലേദിവസം കുറച്ച് റിലേഷൻസൊക്കെ വരുള്ളൂ, വീടിന്റെ ചുറ്റുവട്ടത്തുള്ളൊക്കെ വന്ന്. അപ്പൊ അവര് വന്ന് അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ എന്റെ ചേട്ടനും ഫാമിലിയും പൂനെയിൽ നിന്ന് വന്നു. അപ്പം അവരും അവരുടെ റിലേഷൻസ് കുറച്ച് പേര് വന്ന് അവരെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടെ ആളും തിരക്കും ബഹളമാണ്. ഇതിൻ്റെ ഇടയ്ക്കാണ് ഞങ്ങൾ ഫുഡും കഴിച്ചിട്ട് രാത്രി ഒരു 12 മണി കഴിഞ്ഞ് ആക്ച്വലി ഞാൻ ഷീനയും കൂടെ എൻ്റെ വെഡ്ഡിങ് കേക്ക് ബേക്ക് ചെയ്യാൻ പോകും. അപ്പം നിങ്ങൾ ഓർക്കണം, അടുത്ത ദിവസം 15-ാം തീയതി കല്യാണമാണ്. അന്ന് തലേദിവസമാണ് ഞാൻ കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പം ഞങ്ങൾ രാത്രി കേക്ക് ബേക്ക് ചെയ്യുന്നു, കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നു, സ്റ്റാൻഡ് സെറ്റായി. ഈ സ്റ്റാൻഡ് സെറ്റാണ് മെയിൻ കാരണം ചിഹ്നമാണ് ഈ വെഡിങ് സ്റ്റാൻഡ്. ഞാൻ ഒരു സാധനത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് വന്നപ്പം എന്റെ ഭയങ്കര ആഗ്രഹം എന്റെ വെഡിങ് കേക്ക് ഞാൻ തന്നെ ചെയ്യണം. പക്ഷെ അത് ചെയ്യാൻ പറ്റില്ല എന്ന് എന്നെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ എന്തിനാണ് വെല്ലുവിളിച്ചതെന്ന് വെച്ചാൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഒരു നമ്മൾ വെല്ലുവിളിച്ചാൽ പുള്ളി ഏതറ്റം വരെയും പോകും, അതെനിക്കറിയാലോ. അപ്പൊ എനിക്ക് കാണിച്ചു തന്നതിൽ ഒരു ഫോട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പക്ഷെ എന്റെ മനസ്സിൽ അത് ചെയ്യണം എന്ന് ആഗ്രഹമാണ്. പക്ഷെ എന്നാലും എനിക്ക് തോന്നി പറ്റത്തില്ല. കാരണം കേക്ക് ഓക്കെ, ബട്ട് അതിന്റെ സ്റ്റാൻഡ് ഒക്കെ നമുക്ക് എവിടെ കിട്ടും? റെന്റിനായാലും ഇതേ മോഡൽ എങ്ങനെ കിട്ടും? അപ്പം സോ അത് വർക്കൗട്ട് ആവുമെന്ന് എനിക്ക് തോന്നിയില്ല. എന്നാലും മനസ്സിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു അത് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിലോ എന്ന്. അപ്പൊ ഞാൻ ചുമ്മാ അതൊന്ന് വെല്ലുവിളിച്ച് നോക്കിയതാണ്. നിങ്ങളെ കൊണ്ടൊന്നും ഇതൊന്ന് കൂട്ടിയാലൊന്നും കൂടില്ല, നടക്കില്ല, വേറെ എന്തെങ്കിലും മോഡൽ നോക്കാം എന്ന് പറഞ്ഞതാണ്. ആളതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തു. ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി എന്ന് തന്നെ പറയാം. ഞാനും ഇത് കാണുന്നത് കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ റിസപ്ഷൻ നടക്കുന്ന ഓഡിറ്റോറിയത്തിൽ എത്തിയപ്പോഴും കേക്ക് അവിടെ വെച്ചേക്കുന്നു. ആ സ്റ്റാൻഡും കേക്കും കണ്ട് ഞാൻ ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ അന്ത വിട്ടങ്ങ് നിന്നു. അപ്പോഴെനിക്ക് ഉറപ്പായി ഞാൻ ഇത്രയും ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്തതാണ്. പറഞ്ഞോളൂ. ആ സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിട്ട് പൂനെയിൽ വരെ ഞങ്ങൾ ആളെ അന്വേഷിച്ച് ചെയ്തു തരാൻ പറ്റുമെന്ന്. അപ്പൊ അവര് ഭയങ്കര ഹൈ കോസ്റ്റ് ആണ് പറഞ്ഞത്. ഓൾമോസ്റ്റ് 15,000 to 18,000 rupees വരെ പറഞ്ഞു. ഇങ്ങനെ ഡിറ്റാച്ചബിൾ ആയിട്ട് ചെമിച്ചേട്ടനും ഫാമിലിയും പൂനെയിൽ. അപ്പൊ അവർ കൊണ്ടുവരാം. ഇങ്ങനെ ഡൽഹിയിൽ അന്വേഷിച്ചപ്പോൾ അവര് ഈ സ്റ്റാൻഡ് കേക്ക് കൊണ്ട് അവര് ഡെലിവറി ചാർജ് അടക്കം 21,000 rupees പറഞ്ഞു. കേരളത്തിലായതോടെ. പൂനെയിലാണെങ്കിൽ, ഡൽഹിയിലാണെങ്കിൽ
13,000 എടുക്കും. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു ഇവിടെ വീടിനടുത്തുള്ള തൊട്ടടുത്തുള്ള ചേട്ടൻ ഈ ഫോട്ടോ അയച്ചു ചേട്ടാ എനിക്ക് കേക്കിന്റെ സ്റ്റാൻഡ് ചെയ്ത് തരാൻ പറ്റും. പുള്ളി ഇതാന്ന് പറയുന്നതിന് മുമ്പ് ഒറ്റ ദിവസം കൊണ്ടാണ് എനിക്ക് കേക്ക് സ്റ്റാൻഡ് സെറ്റ് ചെയ്ത് തരുന്നത്. ഒറ്റ ദിവസം കൊണ്ടാണ് സെറ്റ് ചെയ്യുന്നത്. ഞാൻ പുള്ളിയുടെ നമ്പറും കൊടുത്തു. നിങ്ങൾക്ക് എന്തെങ്കിലും വെൽഡിങ്ങിന്റെ വർക്ക് ഉണ്ടെങ്കിൽ പുള്ളിയെ വിളിച്ചോണേ. കാലു വന്ന പുള്ളിയുടെ പിന്നെ നമ്പറും ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തു. വെൽഡിങ് ആവശ്യം നിങ്ങൾക്ക് വിളിക്കും. അപ്പോൾ കേക്ക് സ്റ്റാൻഡ് ചെയ്ത് ഇവിടെ കൊണ്ടുവരും. ഞങ്ങൾ രാത്രി ഞാനും ഷീനയുടെ പിന്നെ ജോയ് എൻ്റെ ചേട്ടൻ പുള്ളിക്കാരനുമായിട്ടാണ് കേക്ക് ഞങ്ങൾ ബേക്ക് ചെയ്യുന്നത്. ഞാൻ ബേക്ക് ചെയ്യുന്നു, പുള്ളിക്കാരൻ ഒഴിക്കുന്നു വയ്ക്കുന്നു, പാത്രം കഴുകി തരുന്നു, ഓവൻ സെറ്റ് ചെയ്യുന്നു. അങ്ങനെ ഇവിടെ ബാക്കി മമ്മിയും ചേച്ചിയൊക്കെ എല്ലാവരും ഉറങ്ങി. ഞങ്ങൾ 3 പേരുമാണ്. ഇതിന്റെ കൂട്ടത്തിൽ കേക്കിന്റെ ബാറ്റർ മിക്സ് ചെയ്യുന്നു, അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീം മിക്സ് ചെയ്യുന്നു, കൂട്ടിട്ട് മുഖത്ത് മുൾട്ടാണി മുട്ടി വയ്ക്കുന്നുണ്ട്. ഇനി മുൾട്ടാണി മുട്ടിനകത്ത് പോയോന്നും അറിയില്ല കേക്കിൽ. എന്തായാലും കുഴപ്പമില്ല, വേറെ ഒന്നും ഇളകില്ല. അപ്പൊ ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ അതായത് 15-ാം തീയതി രാവിലെ 4 മണിക്കാണ് കേക്ക് ബേക്ക് ചെയ്തിരുന്നു. ഫ്രോസ്റ്റിംഗ് കഴിഞ്ഞു, ക്രീം എല്ലാം സെറ്റ് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ 4 മണിയാകുമ്പോൾ ഞാനും ഷീനയും പോയി കിടന്നു. കാരണം ചോദിച്ചാൽ നേരത്തെ പോയി കിടന്നു. കാരണം പുള്ളി ഇച്ചിരി ഏജിലായതുകൊണ്ട് ഹാർട്ട് പേഷ്യന്റ് കൂടെ. അപ്പം പുള്ളി നേരത്തെ ഞാനും ഷീനയും കൂടെ 4 മണിക്കാണ് പോയി കിടക്കുന്നത്. 4 മണിക്ക് പോയി കിടന്നിട്ട് എന്നെ 6 മണിയാകുമ്പോൾ ഷീനെ വിളിക്കുന്നത്. കാരണം ലാസ്റ്റ് ഫൈനൽ കോട്ട് ചെയ്യാറുണ്ട് കേക്കിന്റെ. ക്രം കോട്ട് ചെയ്തതിൽ മാത്രമേ ഉള്ളൂ, ഫൈനൽ കോട്ട് ഫിനിഷിങ് ചെയ്ത് കയറ്റാറുണ്ട്. അങ്ങനെ ഞങ്ങൾ 6 മണിക്ക് എണീറ്റ് പിന്നെയും ഞങ്ങൾ കേക്കിന്റെ പണി ചെയ്ത് 8 മണിയായപ്പോൾ എന്തായാലും നമ്മൾ കേക്ക് സെറ്റാക്കി 3 ലെയറും സെറ്റാക്കി ഫ്രീസർ കയറ്റി. പിന്നെ എന്ന് വെച്ചാൽ അന്ന് കല്യാണ ദിവസം സെപ്റ്റംബർ 15-ാം തീയതി രാവിലെയാണ്. പക്ഷെ ഞങ്ങളുടെ ഏറ്റവും ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ കല്യാണം 3 മണിക്ക്. ഞങ്ങളുടെ കല്യാണം ഹൈലൈറ്റ് 3 മണിക്ക്. അത് ഞങ്ങൾ അങ്ങനെ ഒരു ടൈം ഫിക്സ് ചെയ്തപ്പോൾ ഞങ്ങളെ കുറെ പേര് ഈവൻ ഫാമിലി അടക്കം റിലേറ്റീവ്സ് അടക്കം നമുക്ക് ഒരുപാട് സംസാരിച്ചപ്പോൾ അപ്പോ ഞങ്ങൾ ആ ഒരു ടൈം എടുത്തപ്പോ എല്ലാവരും ചോദിച്ചു എന്താ ഇങ്ങനെ ഒരു ടൈം, കാരണം നമ്മുടെ ഈ നാട്ടിലെ ഇതൊന്നും പോസിബിൾ അല്ല, അങ്ങനെ അവർ കണ്ടിട്ടില്ല. അപ്പൊ അതെന്താ നിങ്ങൾ എന്താ ഈ ഒരു കാരണം 3 മണി എന്നൊക്കെ പറഞ്ഞു അവരെ 3 മണിക്കോ. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ കുറെ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ മാത്രം തീരുമാനങ്ങളായിരുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങൾ പറഞ്ഞില്ല ഞങ്ങൾക്ക് ഇത് മതി, ഞങ്ങളുടെ കല്യാണം ഈ ഒരു ടൈമിൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങളെ കല്യാണം തീരുമാനിച്ച് ആ ഒരു സമയത്തോട്ട് എത്തുന്നത്. പക്ഷെ ഉള്ളത് പറയാമല്ലോ, അത് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞപ്പോ കുറെ ആളുകൾ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ ചെയ്ത ഇതൊരു വളരെ നല്ല കാര്യമായിരുന്നു. കാരണം തലേ ദിവസത്തെ റിസപ്ഷനൊക്കെ ഈ പെങ്കൊച്ചിന്റെ വീട്ടിലുള്ളത് പൊതുവെ എല്ലായിടത്തും അതൊക്കെ കഴിഞ്ഞിട്ട് പിറ്റേന്ന് ഏർലി മോർണിംഗ് ആകുമ്പോൾ തന്നെ ഈ ബ്യൂട്ടീഷ്യൻ വരും, അടുത്ത മേക്കപ്പ് ആണ്. ഇവർക്കൊന്ന് ഉറങ്ങാനോ, അതായത് ബ്രൈഡിന് മാത്രമല്ല ഫാമിലിക്കായാലും റിലേറ്റീവ്സിനായാലും ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാനുള്ള ടൈം പോലും കിട്ടാതെ പിറ്റേന്ന് വീണ്ടും രാവിലെ ഇതേപോലെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള, അപ്പൊ റിസപ്ഷൻ പോലെയും അല്ല, കല്യാണത്തിന് കുറെ കൂടെയൊക്കെ ഒരുങ്ങണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇത് ഭയങ്കര ഒരു ബേർഡനാണ് ശരിക്കും. ഞങ്ങളുടെ കല്യാണം ഒരു 3 മണിയിലോട്ടായപ്പോൾ എല്ലാവർക്കും റിലാക്സ് ചെയ്ത് ഒരുങ്ങാനൊക്കെ ഉള്ള ഒരു സമയം ഉണ്ടായിരുന്നു. അവർ സ്വസ്ഥമായിട്ട് ഉറങ്ങി എഴുന്നേറ്റ് നല്ല വൃത്തിയായിട്ട് ഒരുങ്ങി എല്ലാവർക്കും ഹൈലൈറ്റ് ഉണ്ട്. എന്റെ മമ്മിയുടെ ബ്ലൗസ് വെച്ചോണ്ടിരുന്നതും അതെ അന്ന് രാവിലെ ആയിരുന്നു. പക്ഷെ ആ കല്യാണം രാവിലെ ആയിരുന്നെങ്കിലോ ബ്ലൗസ് എന്ത് ചെയ്യുമായിരുന്നു? അപ്പൊ ചിലപ്പോൾ വിചാരിക്കും കുറച്ചുകൂടെ നേരത്തെ കൊടുക്കുമായിരിക്കും. എന്നാലും അങ്ങനെയല്ല. അപ്പൊ നമുക്ക് കുറെ കൂടെ ടൈം കിട്ടി. ശരിക്കും 15-ാം തീയതി ഞാൻ പറഞ്ഞില്ല കല്യാണം. അപ്പൊ ഇവിടെ ബ്ലൗസ് കാര്യം പറഞ്ഞു. ഇവിടെ ആ സമയത്ത് ഇനി എന്താ ഇവിടുത്തെ കാര്യം എന്ന് വെച്ചാൽ എന്നെ ഒരുക്കുക എന്നുള്ളതാണ്. ഇവിടെ ഞാൻ ഒരുങ്ങുന്നു, ഒരുക്കമാണ് എനിക്കുള്ളത്. അപ്പൊ എനിക്ക് ഞങ്ങൾ അന്ന് ഫോൺ ചെയ്തേ ഇല്ല. 15-ാം തീയതി അങ്ങനെ ഫോൺ സംസാരിക്കും. കാരണം 2 പേരും അവരുടേതായ കാര്യങ്ങളില് തിരക്കായിരുന്നു. അപ്പൊ ഞാൻ എങ്ങനെ ഒരുങ്ങുമെന്നും ചിന്നുവിനും അറിയില്ല, ചിന്നു എങ്ങനെ ഒരുങ്ങി വരുമെന്നും എനിക്കും അറിയില്ല. അതായത് ആ കല്യാണം അടുത്ത ആ ഒരാഴ്ചയൊക്കെ ഞങ്ങൾ അങ്ങനെ വിളിച്ചിട്ടേ ഇല്ല. അപ്പം ഈ കല്യാണ ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞു ചിന്നു പറഞ്ഞില്ലേ, ചിന്നുവിന്റെ റിസപ്ഷൻ ഡ്രസ്സ് ഒരു അഖിലെ ഫ്രണ്ട് എന്നാണ് സ്പോൺസർ ചെയ്യുന്ന പറഞ്ഞത്, ഗിഫ്റ്റ് ചെയ്തത്. അപ്പൊ എന്റെ കാര്യം പറയുവാണെങ്കിൽ ഞങ്ങൾ ഒരു പാർട്ടിക്ക് കല്യാണത്തിന് മുമ്പ് ഞങ്ങളിങ്ങനെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ ഇങ്ങനെ വലിയൊരു പാർട്ടി തന്നെയാണ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു നിന്റെ ഡ്രസ്സ് ഞാൻ സ്പോൺസർ ചെയ്യാൻ തന്നിട്ട് അങ്ങനെ ആ ഡ്രസ്സ് പുള്ളി സ്പോൺസർ പേര് ഇന്നലെ ഞങ്ങൾ പറയുന്നില്ല, അത് പുള്ളിയും പറഞ്ഞിട്ടാ അങ്ങനെ പേര് പറയണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങനെ പറയാത്തത്. മേക്കപ്പ് ചെയ്യാനായിട്ട് കറക്റ്റ് 10 മണിയായപ്പോഴത്തേക്കും ഞാൻ ഇറങ്ങി. അപ്പൊ മേക്കപ്പ് ചെയ്തത് അത് അടുത്തത് ഞങ്ങളിപ്പോ പറഞ്ഞ ആശിഷ് ചേട്ടന്റെ വീട്ടിലായിരുന്നു. കാരണം അവിടെ ആണ് അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. ചേട്ടനോട് ഇങ്ങനെ ചേട്ടാ ഇങ്ങനെ മേക്കപ്പ് ചെയ്യാനുള്ള ഒരു സൗകര്യം കുറച്ച് സമയത്തേക്ക് വീട്ടിലോട്ടൊന്ന് എന്നൊക്കെ ചോദിച്ചപ്പോൾ പുള്ളി അയ്യോ ഓൾവേസ് വെൽക്കം, എത്ര സമയം വേണം ഒരു കുഴപ്പമില്ല, എന്ത് സൗകര്യം വേണമെങ്കിലും ചെയ്യാന്ന് പറഞ്ഞിട്ട്. കാരണം വീട്ടിൽ പുള്ളിയും ആന്റിയും മോളും മാത്രമേ ഉള്ളൂ. അങ്ങനെ മേക്കപ്പ് ചെയ്യാനായിട്ട് ഞങ്ങളുടെ വീടിന്റെ തന്നെ ഒരു എത്ര കിലോമീറ്റർ വരച്ച് 2 കിലോമീറ്റർ അത്രയും ഡിഫറൻസേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ചേട്ടന്റെ വീട്ടിലോട്ട് പോയി. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ പോയപ്പോഴത്തേക്കും ആര്യ ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡ് വിനി ചേട്ടനും ഉണ്ടായിരുന്നു. അങ്ങനെ മേക്കപ്പ് തുടങ്ങി.
ഓക്കെ, അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഏകദേശം ചേച്ചി പറഞ്ഞ സമയത്തിന് തന്നെ നല്ല രീതിയിൽ മേക്കപ്പ് ഒക്കെ ചെയ്ത് എല്ലാം ഫിനിഷ് ചെയ്തു. ഹെയർ ചെയ്തത് ചേച്ചിയുടെ ഹസ്ബൻഡാണ്. അപ്പോൾ ഫുൾ ഫേസും കാര്യങ്ങളൊക്കെ ചേച്ചി ചെയ്തു. അപ്പൊ എന്റെ വെഡിങ് ഗൗൺ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ വരുന്ന ചിന്നു മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് ആശയന്റെ വീട്ടിൽ നിന്ന് ചിന്നുന്റെ വീട്ടിൽ അപ്പോഴത്തേക്കും പാസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. പ്രേയർ നമ്മൾ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിറങ്ങണമല്ലോ. അങ്ങനെ പ്രേയർ കഴിഞ്ഞ് സത്യം പറയില്ല, ഞാനിന്ന് ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അതിപ്പോ ഞാൻ എന്റെ വലിയ കാര്യമായിട്ട് ഞാൻ പറയുന്നില്ല, അങ്ങനെ തന്നെ ആയിരിക്കും. രാവിലെ കാപ്പി കഴിച്ചത് മാത്രമാണ്, ഇടയ്ക്കൊന്നും ഞാൻ ഒന്നും കഴിച്ചില്ലായിരുന്നു. ഞങ്ങള് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചോദിച്ച എന്റെ ചേച്ചി ചേട്ടന്റെ വൈഫ് പുള്ളിക്കാരി ഉപ്പ ഉണ്ടാക്കി. ഞാൻ കഴിച്ചില്ല, ബാക്കി എല്ലാവരും കഴിച്ചു എന്നാ തോന്നുന്നത്. എനിക്ക് ഓർമ്മയില്ല കഴിച്ചെന്ന് എൻ്റെ ഒരു ഓർമ്മ. പക്ഷെ കഴിക്കാൻ ചാൻസ് കുറവ്, അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പൊ അതും കഴിച്ചിട്ട് ഞങ്ങള് ഇവിടുന്ന് റെഡിയായി. ഞങ്ങൾ ഇറങ്ങുന്നത് 2 മണിക്ക് ഇറങ്ങുന്നത്. അപ്പൊ ഞാൻ നേരത്തെ ബസ്സിന്റെ കാര്യം പറയില്ല. അപ്പൊ ഞങ്ങളെ ഫ്രണ്ട്സ് ആണ് ബസ് കൊണ്ടുവരുന്നത്, അവന്തിക ട്രാവൽ ഹബ്ബ്. അപ്പൊ അവരുടെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തേക്കാം, അഭിലാഷിന്റെ നമ്പർ ഞാൻ കൊടുത്തേക്കാം. അപ്പൊ അവരുടെ 2 എയർ ബസ് 2 വരുന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് പോകാനുള്ള കാർ 2 വന്നത്, ഒന്ന് നമ്മുടെ വിഷ്ണുവിന്റെ കാറും പിന്നെ വട്ടോളി നമ്മുടെ അരുണിന്റെ കാറും. രണ്ടുപേരുടെ കാറാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. വേറെ വെളിയിൽ നിന്ന് കാറൊന്നും എടുത്തില്ല. ഇപ്പം ഫ്രണ്ട്സോടെ വേണ്ട കുഴപ്പമില്ല, നമ്മുടെ വണ്ടിയിൽ തന്നെ പോയപ്പോൾ അവർക്കൊരു അവരുടെ ഇഷ്ടത്തിനെ വിട്ടുകൊടുത്തു. കാരണം അവരാണ് ഇതെല്ലാം. ഈവൻ എനിക്ക് വണ്ടിയുടെ കാര്യം പറഞ്ഞ ഞാന് അവരുടെ വണ്ടി കൊണ്ടുവരുമോ എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. അവര് തന്നെയാണ് വണ്ടി കൊണ്ടുവരുന്ന പ്ലാൻ ചെയ്തതും അവര് തന്നെയാണ് വണ്ടി ക്ലീൻ ചെയ്ത് സർവീസിന് കൊടുത്ത് നല്ല അടിപൊളിയാക്കി ഡെക്കറേറ്റ് ചെയ്ത് നമ്മുടെ വീടിന്റെ മുറ്റത്ത് വന്നിട്ട് നീ കയറിക്കോ എന്ന് മാത്രമേ പറഞ്ഞു, വേറെ ഒന്നും ഞാൻ അറിഞ്ഞില്ല. ഇവിടെ 2 മണിക്ക് ഇറങ്ങി. അപ്പൊ നമ്മൾ നട്ടു പറഞ്ഞില്ല. നട്ടുവിന്റെ ഒരു 2 പിള്ളേര് ചിന്നിന്റെ വീട്ടിൽ ഫോട്ടോഗ്രാഫിക്ക് പോയി, ബാക്കി നട്ടും ബാച്ചും ഇവിടെ വന്ന്. നട്ടു തന്നെ ഇതിനാണ്. അപ്പം വെഡിങ് ഫോട്ടോ. അപ്പൊ അവൻ ഇവിടെ വന്ന് വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ ഇവിടുന്ന് പ്രേയർ എല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് 2 മണിക്ക് ഇറങ്ങുന്നു. ബസ് വന്നു. ഞങ്ങൾ ആയപ്പോഴത്തേനും ഞങ്ങൾ പള്ളിയിലെത്തി. ഞാനും ചിന്നുവും വരുന്നത് ഏകദേശം 2-3 മിനിറ്റ് വ്യത്യാസത്തിലാണ്. ചിന്നു വന്ന് എനിക്ക് പിന്നെ എന്റെ വീടിന്റെ തൊട്ടടുത്താണ് പള്ളി. ജസ്റ്റ് കാറിലൊന്ന് കയറി ഇങ്ങനെ ഇരുന്നിട്ട് ഒരു വളവ് തിരിയുമ്പോഴത്തേക്കും ചിന്നു വന്ന് കയറി തൊട്ട് പുറകെ ഞാനും വരെയാണ്. കഴിഞ്ഞിട്ട് ഞങ്ങള് ഏകദേശം ഓൾമോസ്റ്റ് ഒരേ സമയത്താണ് ഞങ്ങള് പള്ളിയിലെത്തുന്നതും ബാക്കി കാര്യങ്ങൾ ഒക്കെ വരുന്നതും. പിന്നെ അങ്ങോട്ട് നമ്മൾ സാധാരണ യൂഷ്വൽ പള്ളി റിച്വൽ ഒന്നുമില്ല. ബ്രൈഡൽ മാർച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടിയുണ്ട്. അത് നമ്മൾ വെഡിങ് വീഡിയോ ഇനി ഇടുന്ന സമയത്ത് കാണാൻ പറ്റും. ഞങ്ങൾക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ചെറിയൊരു പോർഷൻ ഇടയ്ക്ക് കൊടുത്തേക്കാം. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ കല്യാണത്തിന്റെ ആ ഒരു സെറമണിയാണ്. എല്ലാ പള്ളിയിലുള്ള പ്രോഗ്രാംസ് എല്ലാം ഷടപടയും തീർക്കുന്നു. അപ്പൊ ഇത്രയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ഒരു വെഡിങ് സിനാരിയോ അല്ലെങ്കിൽ ഒരു വെഡിങ് സീൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് വൈകുന്നേരത്ത് കെട്ട് കഴിഞ്ഞ് 4 മണിയാകുമ്പോൾ കെട്ട് കഴിഞ്ഞില്ലേ, 4-4:30 ആയപ്പോഴത്തേക്ക് നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി. കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് പള്ളിയിൽ നിന്ന് തിരിച്ച് നേരെ ഓഡിറ്റോറിയത്തിൽ വരുന്നത്. അപ്പൊ അവിടെയാണ് നമ്മുടെ ഫുഡും കാര്യങ്ങളും. ആ ഓഡിറ്റോറിയത്തിലെ കാര്യമാണ് ചിന്നു നേരത്തെ പറഞ്ഞത്. കേക്ക് കണ്ട് അന്തം വിട്ടുന്നു പോയത്. ആ ഓഡിറ്റോറിയത്തിന്റെ ഡെക്കറേഷൻ ഞങ്ങൾ ഈവന്റ് മാനേജ്മെന്റിന് നമ്മളെല്ലാം ചെയ്ത് അടിപൊളിയായിരുന്നു. ഡെക്കറേഷൻ റിവ്യൂസ് തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ എല്ലാ കാര്യത്തിലും. അങ്ങനെ എന്താ പറയാ, ഞങ്ങളുടെ റിസപ്ഷൻ, അതായത് അതിനുശേഷമുള്ള കല്യാണത്തിന് ശേഷമുള്ള റിസപ്ഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോ അതിന്റെ ഇടയിൽ സാരി മാറണമല്ലോ. അപ്പൊ ഗൗണാണ് വെഡിങ്ങിൽ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് നേരെ ഞങ്ങളുടെ ഇവിടെ ഒരു ചേച്ചി പുള്ളിക്കാരിയുടെ വീട്ടിൽ, അതായത് ഇച്ചാന്റെ വീട്ടിലോട്ട് ഉടനെ എനിക്ക് വരാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഓഡിറ്റോറിയത്തിന്റെ തൊട്ടടുത്തായിട്ട് ഞങ്ങളുടെ ഒരു ചേച്ചി ഡയാന ചേച്ചിയുടെ വീട്. അപ്പൊ ചേച്ചി പറഞ്ഞ ധൈര്യമായിട്ട് വന്നോളൂ, എല്ലാം ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരുങ്ങിയത് ചേച്ചിയുടെ വീട്ടിലാണ്. അപ്പോൾ അവിടെയും എനിക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ എൻ്റെ കൂടെ നേരത്തെ പറഞ്ഞ പോലെ ആശയും അഖിലയും പിന്നെ ഷീനയും ഉണ്ടായിരുന്നു. ഇവർ 3 പേരും കൂടെ, ഡയന ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ. ഇവർ 3 പേരും കൂടെ ആയിട്ടാണ്. എല്ലാം പെട്ടെന്നായിരുന്നു, കാരണം ഇവിടെ വെയിറ്റ് ചെയ്യാണ്. കാരണം ഞങ്ങളുടെ കല്യാണത്തിൽ കുറെ പേര് ഓഡിറ്റോറിയത്തിൽ ഡയറക്റ്റ് വന്നവരായിരുന്നു. അപ്പൊ ഒരുപാട് ഡിലേ ഒന്നും ആയില്ല, വളരെ പെട്ടെന്ന് തന്നെ അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞാനും തിരിച്ച് ഓഡിറ്റോറിയത്തിലെത്തി. അങ്ങനെ ഞങ്ങളുടെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഈ സമയത്ത് ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാനും കൂടെ വന്ന് ജോയിൻ ചെയ്തതിന് ശേഷം പിന്നെ ആസ് യൂഷ്വൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഓരോരുത്തർ വരുന്നു, ഗിഫ്റ്റ് തരുന്നു, ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ. ഇതിനിടയിൽ കാര്യം വന്ന് ഇറങ്ങിയ ഉടനെ നമ്മൾ നട്ടു പറഞ്ഞു വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞു. ഫോട്ടോസ് ഓൺ ദ വേയിൽ വിളിച്ച് കാസ്റ്റഡിയുടെ കേക്ക് എന്തായി ചേട്ടാ, ഇത് ഫ്ലോപ്പ് ആയെന്നാ തോന്നുന്നു, സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഞങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ കാറിന്ന് വന്ന് ഞാൻ നീ തീർന്നു, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തിട്ട് അത് ഏകദേശം ഓൾമോസ്റ്റ് ഒരു 4,000 to 5,000 റുപ്പീസിന് മുകളിൽ നമ്മൾ എക്സ്പെൻസ് ഒന്നും സാധനമായിരുന്നു. അപ്പൊ ഇത് ഫ്ലോപ്പ് ആകുമോ എന്ന ടെൻഷൻ. ഞാൻ വണ്ടിയിൽ നിന്ന് വന്ന് ഇറങ്ങിയ നേരെ ഓടുന്ന കേക്ക് കാണാനാ.
അപ്പൊ ഇവനെ വിളിച്ച് പറഞ്ഞു സെറ്റ് ചെയ്ത് ചേട്ടാ സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അതാകെ ബുദ്ധിമുട്ട്. നമ്മളെ കേക്കിന്റെ ഇത് സെറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഞാൻ ഐ കാർഡിൽ കൊടുത്തേക്കും. അപ്പൊ ഇത് കണ്ടിട്ടാണ് എനിക്ക് അറിയാം ഇത് കുഴപ്പമാകും എന്നുള്ളത്. ഞാൻ ചെന്നപ്പോ കാണുന്നതെന്ന് വെച്ചാൽ ഈ കേക്ക് ഫുൾ സെറ്റ് ചെയ്ത് സ്റ്റാൻഡിൽ ഇങ്ങനെ ഹാങ് ചെയ്ത് ഷാൻഡിലിയർ കേക്കായിരുന്നു. ഫുൾ സ്റ്റാൻഡിൽ സെറ്റ് ചെയ്ത് ഞങ്ങളുടെ റിസപ്ഷൻ നടക്കുന്ന സ്റ്റേജിൽ ഫ്ലോറിൽ ഫുൾ ഫ്ലെഡ്ജ് അങ്ങനെ നിൽക്കുമായിരുന്നു. ഞാൻ എനിക്ക് ഞാൻ കാണിച്ചു തന്ന ഫോട്ടോയിലുള്ളതിനേക്കാളും മോർ ബെറ്റർ ആയിട്ടുള്ള ഒരു കേക്കായിരുന്നു. ശരിക്കും അടിപൊളിയായിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും കിടിലമായിട്ട് ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെ അതുപോലെ തന്നെ കണ്ടവരും പിന്നീടൊക്കെ ഇടാ നിങ്ങളുടെ വെഡിങ് കേക്ക് അടിപൊളിയായിരുന്നു, എവിടെയാ ചെയ്തേ, ആരാ ചെയ്തേ. അപ്പോൾ ഞാനാണെന്നുള്ളത് എല്ലാവരും അതിശയിച്ചു പോയി. കാരണം ഇതിനൊക്കെ എവിടെ സമയം കിട്ടി എന്നുള്ളതായിരുന്നു. അതുമല്ല പിന്നെ ഇത്രയും നല്ല രീതിയിൽ ചെയ്യുമോ, ഇത് പുള്ളിയെ ഞാൻ പൊക്കി പറയുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും ജെന്യുവനായിട്ട് പറയുന്നതാണ്. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ആ കേക്ക് ഒക്കെ കട്ട് ചെയ്ത് ശേഷമാണ് സാരി മാറാൻ പോകുന്നത്. കേക്കിന്റെ കാര്യം പറഞ്ഞ ഞങ്ങളുടെ ചിന്നൂസ് കേക്കിന്റെ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കണേ. അതെന്താ പിന്നെ കല്യാണത്തിന് ഞങ്ങളുടെ സ്പെഷ്യൽ ആയിട്ട് എന്തുണ്ടായിരുന്നു, ഗാനമേള. അത് പറയാൻ പറ്റില്ല കേട്ടോ. നമ്മുടെ ഒരു ഫാമിലി, ഞങ്ങൾ രണ്ടുപേരുടെയും കോമൺ ഫാമിലി ഫ്രണ്ടാണ് ചേട്ടൻ വിനു എന്ന് പറഞ്ഞിട്ട്. പുള്ളിയായിരുന്നു വിനോദ് ജേക്കബ്. പുള്ളിയായിരുന്നു ഞങ്ങളുടെ എന്താ പറയാ റിസപ്ഷന്റെ നമ്മുടെ കോമൺ വൈകുന്നേരത്തെ 15-ാം തീയതി റിസപ്ഷന്റെ ഗാനമേള. സൂപ്പർ ഗാനമേളയായിരുന്നു. ഞാൻ ഇതൊക്കെ പറയുമ്പോ ചിലപ്പോ നിങ്ങൾ കേൾക്കുമ്പോ വിചാരിക്കും ഞങ്ങൾ ചുമ്മാ അങ്ങ് തള്ളി മറിക്കുകയാണെന്ന്. ശരിക്കും പറയല ഇതൊന്നും ഞങ്ങൾക്ക് അപ്പോഴും ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടില്ല. പാട്ടാണെന്ന് പോലും ഇപ്പൊ ഞങ്ങൾ വീഡിയോസ് കാണുമ്പോൾ ഈ പാട്ടൊക്കെ പാടിയോ എന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് അതൊന്നും കേട്ടില്ല. പക്ഷെ ഇതൊക്കെ പിന്നെ എങ്ങനെ ഞാൻ ഇത്രയും സൂപ്പർ ആയിരുന്നു എന്നൊക്കെ പറയണേന്ന് ചോദിച്ചാല് മറ്റുള്ളവർ പറഞ്ഞതാണ്. അറ്റ്ലീസ്റ്റ് ഞങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്മുടെ ആർക്കെങ്കിലും ഈ പറഞ്ഞൊരു അഭിപ്രായം പറഞ്ഞവരാരെങ്കിലും വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കാം. അല്ലെങ്കിൽ ആ വ്യക്തികൾക്ക് മനസ്സിലാവും ഞാനാണിത് പറഞ്ഞത് എന്ന് അടിപൊളി ഗാനമേളയായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും തന്നെ എന്തൊക്കെ പാട്ട് പാടിയെന്ന് എന്റെ ചെവിയിലാണെങ്കിൽ ഒരു മുഴക്കം മാത്രമേ ഉള്ളൂ. ഇയാളെ പോലെ അതാണ് അത് പറയണ വെച്ചാ, അതായത് ഇച്ചാന് ചെവി ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. അത് മൊത്തം ഈ മുഴക്കമാണ്. എന്തൊക്കെയോ ആരൊക്കെയോ എവിടെയൊക്കെയോ പറയുന്നത്. അതായത് പുള്ളി ചെവി കേൾക്കാത്ത. എന്റെ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഈ കണ്ണിൽ ലെൻസ് ഒക്കെ വെച്ചിട്ട് എല്ലാം കൂടെ ആയപ്പോ ഫസ്റ്റ് ടൈമാണ് ഞാൻ ലെൻസ് ഉപയോഗിക്കുന്നത്. എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് എനിക്ക് ആ ഒരു ബ്ലർ വിഷൻ ആയിരുന്നു. കേട്ടൂടാ എനിക്ക് വന്തിനുള്ള അവസ്ഥയായിരുന്നു. പിന്നെ എല്ലാ കല്യാണത്തിനും എന്താ പറയാ എത്ര നല്ലതാക്കി ചെയ്താലും 1-2 നെഗറ്റീവ് റിവ്യൂ ഇല്ല അങ്ങനെ പറഞ്ഞവരുണ്ട് കേട്ടോ. എല്ലാം നല്ലതെന്നല്ല. ചിലവരിപ്പം ബിരിയാണിക്ക് നെയ്യ് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞവരുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം, എന്റെ സ്റ്റുഡൻസിന്റെ ഡാൻസ് ഉണ്ടായിരുന്നു. അതും ഒരു ലാസ്റ്റ് ടൈം കൊണ്ട് സെറ്റ് ചെയ്തായിരുന്നു. അതൊരു ഹൈലൈറ്റ് പ്രോഗ്രാം ആയിരുന്നു കേട്ടോ. പിന്നെ ഒരു കാര്യം കേട്ടിട്ട് പറഞ്ഞു, നമ്മുടെ ചെള്ളം ചേട്ടൻ മാസ്റ്റർ ഓഫ് സെറമണി പാവം. ഞങ്ങള് പള്ളി പാസ്റ്ററാണ് കേട്ടോ. എന്റെ ഫ്രണ്ടും കൂടെ പാസ്റ്റാണ്, എന്റെ സീനിയറായിട്ട് പഠിച്ച ചേട്ടനും കൂടെ. പുള്ളി സ്പൈസർ കോളേജിൽ പൂനെയിൽ പഠിക്കുകയാണ്. അപ്പൊ ഞങ്ങള് ഈ മാസ്റ്റർ ഓഫ് സെറമണിക്ക് വേണ്ടിയിട്ട് വെറുതെ ഇരുന്ന മനുഷ്യനെ കുത്തിപ്പൊക്കി അയാൾക്ക് ലീവ്, അത് എക്സാം നടക്കുന്ന സമയം. എന്നിട്ട് പോലും ചേട്ടാ നിങ്ങൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റോ ട്രെയിൻ ടിക്കറ്റ് എന്താണെന്ന് വെച്ചാൽ തരാം അങ്ങനെ. പക്ഷെ ഒന്നും വാങ്ങിച്ചില്ല. പുള്ളിയുടെ സ്വന്തം പോക്കറ്റിലെ കാശ് മുടക്കി വന്നു. കല്യാണത്തിന് അന്ന് രാവിലെ തലേദിവസം രാവിലെ എത്തി, കല്യാണം കൂടുന്നു, അന്ന് വൈകുന്നേരം തന്നെ തിരിച്ചു പോകുന്നു. അത്ര ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ വന്നു. പുള്ളി വരേണ്ട ഒരു കാര്യമില്ല. പക്ഷെ എന്നാലും ഞങ്ങളുടെ അത്ര ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ അത്രയും നമ്മുടെ ഇന്റിമേറ്റ് ആയിട്ടാണ് പുള്ളി. അതാണ് പുള്ളിക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ് പറഞ്ഞേ പറ്റുള്ളൂ. ഒരു അങ്കിളുണ്ട്. ഞങ്ങളുടെ കല്യാണം 15-ാം തീയതി, 14-ാം തീയതി പുള്ളിക്കൊരു കല്യാണം, അതായത് ബാംഗ്ലൂർ വെച്ചിട്ട്. ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത പുള്ളിയുടെ ഫാമിലിയിൽ, അതായത് ഒട്ടും പോവാതിരിക്കാൻ പറ്റാത്തൊരു കല്യാണം. ഇവിടെ അതിനേക്കാൾ ഇമ്പോർട്ടന്റ്. അപ്പൊ ആളെന്തായാലും ആ കല്യാണത്തിന് പോയി. അപ്പൊ ബാംഗ്ലൂർ വെച്ചായിരുന്നു പോയി. അവിടുത്തെ കല്യാണവും ഞങ്ങളുടെ അതേ ഒരു ടൈം ആയിരുന്നു, അതായത് ഈ വൈകുന്നേര സമയത്ത്. അത് കഴിഞ്ഞിട്ട് അയ്യോ അന്ന് രാത്രിയുള്ള ഫ്ലൈറ്റിന്റെ ആള് ഫ്ലൈറ്റിലാണ് ട്രിവാൻഡ്രത്ത് വരുന്നത്. അവിടെ നിന്ന് നേരെ ഒരു കാർ എടുത്ത് വന്നു. അവരുണ്ട് അതാ പറയുന്നത്. അതെല്ലാം കഴിഞ്ഞു, റിസപ്ഷൻ കഴിഞ്ഞു, പാട്ട് കഴിഞ്ഞു, പ്രോഗ്രാം കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിച്ചു. റിസപ്ഷന്റെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങള് പിന്നെ നമ്മളെ വീട്ടിലെ ചില ചടങ്ങ്, ഈ പെണ്ണിനെ വീട് കുടിയേൽപ്പിക്കല്ലേ, അതല്ലേ ആ ചടങ്ങെല്ലാം കഴിഞ്ഞ് ഞങ്ങള് പിന്നെ ചിന്നന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ പാക്ക് ചെയ്ത് ഡയന ചേച്ചി ഹെൽപ്പ് ചെയ്തിരുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ അൻസിയ ചേച്ചിയും ഗഗാറച്ചാനും. നമ്മൾ ചേച്ചി എന്നല്ല ഞാൻ ചിറ്റയെന്നാണ് വിളിക്കുന്നത്. പണ്ട് മുതലേ കുഞ്ഞിലെ മുതലേ വിളിച്ച്
അങ്ങനെ ചിറ്റേനെ വിളിക്കുന്നത്. അങ്ങനെ ചിറ്റ ഞങ്ങളെ കല്യാണ സമയത്ത് അന്ന് വൈകുന്നേരം റിസപ്ഷൻ കഴിഞ്ഞിട്ട് അന്ന് വൈകുന്നേരം ഞങ്ങളെ സാധനങ്ങളൊക്കെ, അതായത് ചിന്നുവിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഗിഫ്റ്റും അത് നമുക്ക് റിസപ്ഷൻ സമയത്ത് കിട്ടിയ ഗിഫ്റ്റും ഒക്കെ പാക്ക് ചെയ്തതിനും കാറിലെടുത്ത് വെക്കാനൊക്കെ സഹായിച്ചത് ഞങ്ങളുടെ ഗഗാറച്ചാനും ചിറ്റയാണ്. പിന്നെ നമ്മുടെ കല്യാണ സമയത്ത് ഒരു എന്താ പറയാ, ആദ്യമായിട്ട് ഇങ്ങനെ കല്യാണത്തിന് ഗിഫ്റ്റ് കൊടുക്കുമല്ലോ, അങ്ങനെ ആദ്യമായിട്ട് നമുക്ക് ഒരു ഗിഫ്റ്റ് തന്നതും ചിറ്റയും അച്ചാനുമാണ്. അപ്പൊ അവരുടെ വീട്ടിൽ ഞങ്ങൾ ആദ്യമായിട്ട് വിരുന്ന് പോയതും അവരുടെ വീട്ടിലാണ്. കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ആവശ്യ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോകുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങള് നമ്മളെ വട്ടവടയുടെ ഒരു മെറൂൺ സ്കൂട്ടർ, കല്യാണം കഴിഞ്ഞ് സ്കൂട്ടറിൽ വരുന്നത് അതൊരു സംഭവമായിരുന്നു കേട്ടോ അല്ലേ? സാധാരണ കാറിലല്ലേ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അനുഭവമായിരുന്നു സത്യം. ഫോട്ടോ ഇല്ല കാരണം അത് ഒത്തിരി ലേറ്റ് ആയി. നമ്മൾ ഒരു 11 മണിയോടെ ആയി ഞങ്ങള് വീട്ടിലോട്ട് വന്നപ്പോ. പിന്നെ ഞങ്ങള് വന്നു, നേരെ വീട്ടിൽ വന്നു. പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം നമ്മള് ഈ മധുരം കൊടുത്ത് സ്വീകരിക്കുമല്ലോ, അങ്ങനെ മധുരം കൊടുത്തു. ജ്യൂസും ടാങ്കും പഴവും. അതെ, അതായിരുന്നു. കല്യാണം കഴിഞ്ഞ് 11 മണിക്ക് ഇവിടെ വരുമ്പോ റിസപ്ഷൻ കഴിഞ്ഞ് 11 മണിക്ക് മമ്മി ബൈബിള് കൊടുത്ത് അങ്ങനെ പ്രാർത്ഥിച്ചാണ് വീട്ടിൽ കേട്ടിട്ട് ആണ് ഈ മധുരം കൊടുക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ കല്യാണത്തിലെ ആ 2 ദിവസത്തെ വിശേഷങ്ങൾ. അപ്പോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇതിൽ കുറെ പോരായ്മകളുണ്ട്, ഞങ്ങൾക്ക് അറിയാം. ഇതിൽ ഞങ്ങൾ തന്നെ വിട്ടുപോയ കാര്യങ്ങൾ ഇനിയും ഉണ്ടാവും. എന്തായാലും ഒരു കാര്യം പറയാം, ഈ വീഡിയോ ചെയ്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം ഞങ്ങളുടെ മെമ്മറി നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുക. അതോടൊപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് റീകോൾ ആണ് ഇത് മൊത്തത്തിൽ. ഞങ്ങളോടൊപ്പം നിന്ന കുറച്ച് ആളുകൾക്ക് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള താങ്ക്സ് അറിയിക്കുക എന്നുള്ള ഒരു കാര്യം കൂടെ ഉണ്ട്. ആ കൂട്ടത്തിൽ ഞാൻ എടുത്തു പറയുന്നു, നമ്മളിപ്പോ പേര് മെൻഷൻ ചെയ്ത കുറെ വ്യക്തികളുണ്ട്, നിങ്ങൾ കേട്ടു. പക്ഷെ എന്നിരുന്നാലും ഇതല്ലാതെ തന്നെയും ഇതിനേക്കാളും കുറേ പേര് ഞങ്ങൾക്ക് ഒത്തിരി സപ്പോർട്ട് ചെയ്ത് ഞങ്ങളെ കൂടെ ഞങ്ങൾ ഒന്നാകണമെന്ന് ആഗ്രഹിച്ച്, ആത്മാർത്ഥമായി ആഗ്രഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്യുകയും ചെയ്തതായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പൊ പേരെടുത്ത് പറയാൻ ഒതുങ്ങില്ലല്ലോ. ഈ വീഡിയോ തീരെയില്ല, ഇപ്പൊ തന്നെ വീഡിയോ ലെങ്ത് ഒരുപാടായിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോ അവര് കാണുന്നുണ്ട്. അപ്പൊ അവര് ചിന്തിക്കരുത്, അയ്യോ ഞങ്ങളെ മറന്നുപോയി, ഞങ്ങള് ആരെയും നമ്മൾ മറന്നു പോയിട്ടില്ല. ഞങ്ങളിപ്പോ ഈ പറയുമ്പോ പോലും ആ വ്യക്തികളുടെ പേര് ഞങ്ങളുടെ മനസ്സിൽ. ഞങ്ങളിപ്പോ ഈ പറഞ്ഞ ഇത്രയും പേര് ആ 2 ദിവസത്തെ കാര്യം മാത്രമാണ്. സെപ്റ്റംബർ 13, 14, 15 ഇത്ര ഈ ആ ഒരു 48 മണിക്കൂറത്തെ കാര്യം മാത്രമാണ് നമ്മൾ പറഞ്ഞത്. ഞങ്ങളോടൊപ്പം നിന്നവരുടെ കാര്യം വെച്ച് മറ്റുള്ളവർ നമ്മുടെ കൂടെ നിന്നില്ല എന്നല്ല, മനസ്സുകൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഒത്തിരി പേര് നമ്മുടെ കൂടെ നിന്നിട്ടുണ്ട്. മറന്നുപോയിട്ടൊന്നുമല്ല. എപ്പോഴും നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ ഹൃദയത്തിൽ തന്നെയുണ്ട്. ഒരു പിടി നല്ല മനുഷ്യർ, അങ്ങനെ തന്നെ പറയാം. ഇതാണ് ഞങ്ങള് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, വേറെ ഒന്നുമല്ല. അപ്പം ഇത്രയാണ് ഞങ്ങളെ വെഡിങ് സ്റ്റോറീസ്. നിങ്ങൾ സാധാരണ കണ്ടുവരെന്താണ്, അന്ന് വീട്ടിൽ ഇങ്ങനെ ലൈവായിട്ട് ഇങ്ങനെ കല്യാണം കഴിക്കാൻ പോവുകയാണ് എന്ന് നിങ്ങൾ അങ്ങനെ പറഞ്ഞു പോകുന്നൊരു എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇത്രയും വിശേഷങ്ങൾ തന്നെ ഉള്ളൂ. നമുക്ക് എന്തായാലും മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാം. ഇനിയും പുതിയൊരു വീഡിയോ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് വീഡിയോ ആയിരിക്കും. അത് നമ്മുടെ വെഡിങ് റിലേറ്റഡ് അല്ലാതെ നമ്മുടെ ചാനലില് ട്രാവലിംഗും ഫുഡിന്റെ ഒക്കെ വീഡിയോസ് വരുന്നുണ്ട്. ഇതിന്റെ നമ്മുടെ മാരേജ് സെക്ഷനിൽ അടുത്ത് വരുന്നത് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് വീഡിയോ ആയിരിക്കും. അതോടെ നമ്മുടെ മാരേജ് സീരീസ് വൈൻഡപ്പ് ചെയ്യാണ്. അതിനൊരു പ്ലേലിസ്റ്റ് ഉണ്ട് കേട്ടോ, നമ്മുടെ വെഡിങ്ങിന്റെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്, കണ്ടിട്ടവർ കയറി കണ്ടു നോക്കണം. അപ്പൊ ഇത്രയും പറഞ്ഞ് ഞങ്ങൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഗുഡ് നൈറ്റ്.